ഷീബ, ഇതിനകത്ത് SFI പറയുന്നത് അവരൊരു സംഘടന എന്ന നിലയ്ക്ക് നടപ്പിലാക്കിയിട്ടുള്ള ഒന്നല്ല ഇതെന്നാണ്. സർക്കാരും ആ വാദത്തിലാണ്. അപ്പോൾ പിന്നെ ഈ SFI അങ്ങനെ ഒരു സംഘടന എന്ന നിലയ്ക്ക് നടപ്പിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ സർക്കാരിൻ്റെ താല്പര്യം എന്താണ്? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഈ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ കേസിലെ പ്രതികൾക്ക് ആവശ്യമുള്ള സഹായം ഒരുക്കി കൊടുക്കാൻ, അവരെ കൊണ്ട് തിടുക്കത്തിൽ പരീക്ഷ എഴുതിപ്പിക്കാൻ ഒക്കെയുള്ള സർക്കാരിൻ്റെ സവിശേഷമായ താല്പര്യം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ പ്രതികളിൽ 5 പേര് അവിടെ യൂണിയനിലെ പ്രസിഡന്റ്, സെക്രട്ടറി അങ്ങനത്തെ ഭാരവാഹികളാണ്. SFI യൂണിയനിലെ ഒരു യൂണിയനേ ഉള്ള കോളേജിനകത്ത്, അതിലെ ഭാരവാഹികളാണ്. ബാക്കിയുള്ള എല്ലാം അതിലെ അംഗങ്ങളുമാണ്. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി അന്നത്തെ ദിവസം തന്നെ ആർഷോ അവിടെ എത്തിയിരിക്കുന്നു. ഞാൻ നേരിട്ട് കേട്ടതാണ്. ഞാൻ അന്നത്തെ ദിവസം അവിടെ പോയിരുന്നു എന്ന്, അതിനു മുൻപേ പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആർഷോ ഒരു ചാനലിൽ നേരിട്ട് പറഞ്ഞതാണ്. ഞാൻ അന്നത്തെ ദിവസമാണ് ആദ്യമായി പോയത്. എന്തിനന്നത്തെ ദിവസം പോയി? എന്ത് തെളിവുകൾ നശിപ്പിക്കാനാണ്? ആ കുട്ടികൾക്ക് ആത്മബലം കൊടുക്കാൻ വേണ്ടി. ആര് സംരക്ഷിക്കുന്നവരെ? ഡീനെ അസിസ്റ്റന്റ് വാർഡനെയും തിരികെ എടുക്കാൻ വേണ്ടി സച്ചിൻ ദേവ് MLA ആക്രോശിച്ചു. എനിക്ക് അവരെ തിരികെ എടുക്കണമെന്ന്. ഈ ആളുകളെ തിരിച്ചെടുക്കുക, ഇപ്പോൾ കുട്ടികളെ തിരിച്ചെടുക്കുക, അവരെ ഡീബാർ ചെയ്ത നടപടി മാറ്റുക, പരീക്ഷ എഴുതിക്കുക, കേന്ദ്രം അനുവദിക്കുക, ഇതൊക്കെ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കൂടിയല്ലേ? ഇതാരാണ് എതിർക്കേണ്ടത്? യൂണിവേഴ്സിറ്റി എതിർക്കേണ്ടല്ലേ? യൂണിവേഴ്സിറ്റി വക്കീൽ എതിർക്കേണ്ടല്ലേ? അദ്ദേഹം അവിടെ എന്ത് ചെയ്തു? അദ്ദേഹം ആർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തു? കുട്ടികൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തു. തിരികെ എടുക്കാൻ വേണ്ടി അവർ വാദിച്ചു. ഞങ്ങൾ അപ്പീൽ പോയിട്ടല്ലേ അത് സ്റ്റേ വാങ്ങിയത്? അതുവരെ യൂണിവേഴ്സിറ്റി എന്ത്? ഞങ്ങൾ അപ്പീൽ പോയിട്ടാണ് ലാസ്റ്റ് സ്റ്റേ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അതുവരെ എന്ത് ചെയ്തിരുന്നു? ഇവരെ കയറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒപ്പോസ് ചെയ്തിരുന്നോ? കയറ്റണ്ട എന്നുള്ള രീതിയിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് CMOമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നല്ലോ. അതെ, നടത്തിയപ്പോൾ അന്ന് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ കിട്ടിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ലേ? അന്ന് മുതലുള്ള ഉറപ്പുകളാണ് ഇതെല്ലാം. ആ ഉറപ്പിൻ്റെ അന്ന് CBI അന്വേഷണം ഏർപ്പെടുത്താം. അത് കഴിഞ്ഞത് മുതൽ അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള ഓരോ വീഴ്ചകളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ 1 വർഷം കൊണ്ട് നടക്കുന്നതും എല്ലാം ഓരോ വീഴ്ചകളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പേരിന് 2 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അവരെ തിരികെ എടുത്തത് അല്ലെങ്കിൽ CBI റിപ്പോർട്ട് CBI എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലാഗാക്കിയതിന് 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ട് അതിലും ഉയർന്ന പദവിയിലേക്ക് തിരികെ എടുത്തു. അവിടുന്ന് തുടങ്ങിയിരിക്കുന്നു. കുട്ടികളെ തിരികെ എടുക്കുന്നു, പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നു, ഡീനെ അസിസ്റ്റന്റുമാരിനെ തിരികെ എടുക്കാൻ തീരുമാനിക്കുന്നു. വയനാട് കോളേജിൽ അല്ലെങ്കിൽ പോലും മണ്ണുത്തിയിലേക്ക് കുട്ടികൾക്ക് തിരികെ പഠിക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. അതായത് നിങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഈ കേസിൽ സമ്പൂർണ്ണമായും നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുകയും അതേസമയം ഇതുപോലെ കുട്ടികളെ തിരിച്ചെടുക്കാനുള്ള ഉത്തരവ് വരുമ്പോൾ അതിന് സർവകലാശാല അപ്പീൽ പോകാതിരിക്കുക, തിടുക്കപ്പെട്ട് പരീക്ഷ എഴുതിക്കുക, ഡീനെ അസിസ്റ്റന്റ് വാർഡനെ സംരക്ഷിക്കുക, ഒരു വശത്ത് പ്രതികളെ സംരക്ഷിക്കുക, മറുവശത്ത് നിങ്ങൾക്ക് വാഗ്ദാനം തരിക എന്ന നില സർക്കാരും മുഖ്യമന്ത്രിയും എടുത്തു എന്നാണോ പറയുന്നത്? അതെ അതെ അതെ, സംരക്ഷണം ഉള്ളത് കൊണ്ടാണല്ലോ വീണ്ടും ഇതുപോലെ ഇപ്പോൾ എത്ര സംഭവങ്ങൾ നമ്മൾ കാണുന്നു. അതെന്തുകൊണ്ടാണ്? സംരക്ഷണം ഉള്ളത് കൊണ്ടാണ്. അവരെ രക്ഷിക്കും അങ്ങനെയുള്ള ഒരു ധൈര്യം കൊണ്ടാണ് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. തക്കതായ ശിക്ഷ ആദ്യത്തെ കുറച്ച് ദിവസം അതൊരു വലിയ രീതിയിൽ പോയി. അപ്പോഴൊന്നും നമ്മളൊന്നും കേട്ടില്ല. ഇപ്പോൾ ഈ കുറച്ച് ദിവസത്തിനകത്ത് ഞാൻ കണ്ട ഒരു വീഡിയോ കണ്ടാൽ കോട്ടയത്ത് അതൊക്കെ അത്രയും കുട്ടികൾക്ക് എങ്ങനെ ധൈര്യം കിട്ടുന്നു? അവരെന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ്? അവർക്ക് പഠിക്കാം, അല്ലെങ്കിൽ എക്സാം എഴുതാം, കോളേജിലോട്ട് തിരികെ കയറാം എന്നുള്ള ധൈര്യം അവരുടെ പുറകിൽ നിന്ന് കൊടുക്കാൻ ആളുകളുണ്ട്. സംരക്ഷണം അത്രയും വലുതാണ്.